ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് 5th ചാപ്റ്ററായ സേവാ ഹി പരമോ ധർമ്മ എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. അത്ര ഇതം അവധേയം. ഇവിടെ ഇനി മനസ്സിലാക്കാം. രസായനം ഇതി ശബ്ദഃ ആയുർവേദശാസ്ത്രേ ഔഷധം ഇത്യസ്മിൻ വിഷയെ പ്രയുജ്യത്തെ. രസായനം എന്ന വേർഡ് ആയുർവേദശാസ്ത്രത്തിൽ ഔഷധം എന്നീ വിഷയങ്ങളിലാണ് പ്രയോഗിക്കുന്നത്. തുവതു പ്രത്യയസ്യ പ്രയോഗഃ ഭൂതകാലാർത്ഥേ അപി ഭവതി. തുവതു എന്ന പ്രത്യയ പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ബട്ട് അധികം ഇക്തുവതു പുല്ലിംഗേ എങ്ങനെ വരും? പുല്ലിംഗത്തിൽ പഠിത്വാൻ ഏകവചനം, ബഹുവചനത്തിൽ പഠിത്തവന്തഃ, സ്ത്രീലിംഗത്തിൽ ഏകവചനത്തിൽ പഠിത്തവതി, ബഹുവചനത്തിൽ പഠിതവത്യഃ. ഓക്കെ. ഉദാഹരണം നോക്കാം. സഹ പഠിത്വാൻ അവൻ പഠിച്ചു. സാ പഠിത്വതി അവൾ പഠിച്ചു. ഛാത്രഃ പഠിത്വാൻ കുട്ടികൾ പഠിച്ചു, അതായത് സ്റ്റുഡൻസ് പഠിച്ചു. രാധിക പഠിത്വതി എന്താണ്? രാധിക പഠിച്ചു. ഛാത്രാഃ പഠിതവന്തഃ ഏറെ സ്റ്റുഡൻസ് പഠിച്ചു. ബാലികാഃ പഠിതവത്യഃ ഏറെ പെൺകുട്ടികൾ പഠിച്ചു. ത്വം പഠിത്വാൻ നീ പഠിച്ചു. ത്വം പഠിതവതി നീ പഠിച്ചു, അത് സ്ത്രീലിംഗം. അഹം പഠിത്വാൻ ഞാൻ പഠിച്ചു, പുല്ലിംഗം. അഹം പഠിതവതി സ്ത്രീലിംഗത്തിൽ ഞാൻ പഠിച്ചു. ഓക്കെ. ഇവിടെ പുല്ലിംഗവും കൊടുത്തിട്ടുണ്ട്, സ്ത്രീലിംഗവും കൊടുത്തിട്ടുണ്ട്. അധോലിഖിതാനാം പ്രശ്നാനാം ഏകപദേന പദദ്വയേന വ ഉത്തരാണി ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി 1 വേർഡിലോ 2 വേർഡ്സിലോ ഉത്തരം എഴുതുക. കഃ പ്രസിദ്ധഃ ചികിത്സകഃ ആസീത്. ആരായിരുന്നു പ്രസിദ്ധനായ വൈദ്യൻ? നാഗാർജുനഃ നാഗാർജുനൻ. അന്യസ്മിൻ ദിവസേ കൗ ആഗതൗ. അടുത്ത ദിവസം ആരൊക്കെയാണ് വന്നത്? യുവകോ ആഗതോ യുവാക്കളാണ് വന്നത്. കഃ ഖിന്നഃ ആസീത്. ആരായിരുന്നു ദുഃഖിതനായിട്ടുണ്ടായിരുന്നത്? ദ്വിതീയഃ യുവകഃ രണ്ടാമത്തെ യുവാവ്. രുഗ്നസ്യ പരിസ്ഥിതിഃ കഥം ആസീത്. രോഗിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ശോചനീയം, മിസറബിൾ. നാഗാർജുനഃ സഹായകരൂപേണ കം ചിത്വാൻ. നാഗാർജുനൻ സഹായി എന്ന രീതിയിൽ ആരെയാണ് തിരഞ്ഞെടുത്തത്? ദ്വിതീയം രണ്ടാമത്തെ ആളെ. കം വിന ചികിത്സക ന ഭവതി. എന്തില്ലാതാണ് ചികിത്സ നടക്കാണ്ടിരിക്കുക? സേവാഭാവനാം സേവ എന്ന ഭാവം. നാഗാർജുനഃ യുവകൗ കേന മാർഗേണ ഗന്തും സൂചിത്വാൻ. നാഗാർജുനൻ യുവാക്കളോട് ഏത് വഴിയിലൂടെയാണ് പോകാൻ സൂചിപ്പിച്ചത്? രാജമാർഗേണ, അതായത് ഹൈവേ വഴി. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനാം പ്രശ്നാനാം പൂർണ്ണവാക്യേന ഉത്തരം ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി കംപ്ലീറ്റ് സെന്റൻസിൽ ആൻസർ എഴുതുക. അഹോരാത്രം നാഗാർജുനഃ കുത്ര കാര്യം കരോതി സ്മ. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാണ്ട് നാഗാർജുനൻ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്? അഹോരാത്രം നാഗാർജുനഃ പ്രയോഗശാലായാം കാര്യം കരോതി സ്മ. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാണ്ട് നാഗാർജുനൻ ലാബോറട്ടറിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നാഗാർജുനഃ മഹാരാജം കിം നിവേദിത്വാൻ. നാഗാർജുനൻ മഹാരാജാവിനോട് എന്ത് റിക്വസ്റ്റാണ് ചെയ്തത്? നാഗാർജുനഃ മഹാരാജം നിവേദിത്വാൻ. നാഗാർജുനൻ മഹാരാജാവിനോട് റിക്വസ്റ്റ് ചെയ്തത്, മഹാരാജ്, ഹേ മഹാരാജാവേ, മമ ചികിത്സാകാര്യായ എൻ്റെ ചികിത്സാ കാര്യങ്ങൾക്കായി ഏകഃ സഹായകഃ ഒരു സഹായിയെ ആവശ്യകഃ ഇതി ആവശ്യമുണ്ട് എന്ന്. പ്രഥമഃ യുവകഃ കഥം കാര്യം കൃത്വാൻ. ആദ്യത്തെ യുവാവ് എങ്ങനെയാണ്
കാര്യങ്ങൾ ചെയ്തത്? പ്രഥമഃ യുവകഃ സ്വനിഷ്ഠാം ദർശയിതും സ്വഗൃഹസ്യ സമസ്യാഃ വർണ്ണിത്വാൻ. ആദ്യത്തെ യുവാവ് സ്വന്തം കൃത്യനിഷ്ഠത കാണിക്കാനായിട്ട് സ്വന്തം വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് വിവരിച്ചു. പിതുഃ ഉദരവേദന, മാതുഃ ജ്വരഃ ച ആസീത്, തഥാപി അഹം സർവം പരിത്യജ്യ ഔഷധം നിർമ്മിത്വാൻ ഇതി യുക്ത്വാ നാഗാർജുനായ രസായനം ദത്വാൻ. അച്ഛന് വയറുവേദന, അമ്മയ്ക്ക് പനിയായിരുന്നു, എന്നിട്ടുകൂടി ഞാൻ അതെല്ലാം വെട്ടിച്ച് ഔഷധം നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് നാഗാർജുനന് രസായനം നൽകി. ദ്വിതീയഃ യുവകഃ രാജമാർഗേ രോഗിണം ദൃഷ്ട്വാ കിം കൃത്വാൻ. രണ്ടാമത്തെ യുവാവ് ഹൈവേയിൽ രോഗിയെ കണ്ടിട്ട് എന്താണ് ചെയ്തത്? ദ്വിതീയഃ യുവകഃ രാജമാർഗേ രോഗിണം ദൃഷ്ട്വാ തം സ്വഗൃഹം നീത്വാൻ. രണ്ടാമത്തെ യുവാവ് ഹൈവേയിൽ രോഗിയെ കണ്ടിട്ട് അയാളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. ദിനദ്വയസ്യ തസ്യ ഏവ സേവായാം നിരതഃ ആസീത്. 2 ദിവസം അവൻ്റെ തന്നെ സേവയിൽ, അതായത് ആ രോഗിയുടെ തന്നെ സേവയിൽ ഒഴുകിയിരുന്നു. സേവായാഹ ഭാവനാം വിനാ കിം ന ഭവേത്. സേവ എന്ന ഭാവനയില്ലാണ്ട് എന്താണ് സംഭവിക്കാത്തത്? സേവായാഹ ഭാവനാഹ വിനാ ചികിത്സഃ ന ഭവതി. സേവ എന്ന ഭാവനയില്ലാണ്ട് ചികിത്സ നടക്കില്ല. അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം അധോലിഖിതാനാം പദാനാം സ്ത്രീലിംഗരൂപാണി ലിഖന്തു. ഉദാഹരണം തന്നതനുസരിച്ച് താഴെ തന്നിരിക്കുന്ന പദങ്ങളുടെ സ്ത്രീലിംഗരൂപം, അതായത് സ്ത്രീലിംഗരൂപം എഴുതണം. ഉദാഹരണം തന്നെ നോക്കാം. പഠിതവാൻ ഏകവചനം, പഠിതവതി ബഹുവചനം, പഠിതവത്യഃ. ഇതേ കണക്ക് ബാക്കിയുള്ളതും ഫില്ല് ചെയ്യാം. ഗതവാൻ ഏകവചനം, ഗതവതി ബഹുവചനം, ഗതവത്യഃ. ലിഖിതവാൻ ഏകവചനം, ലിഖിതവതി ബഹുവചനം, ലിഖിതവത്യഃ. ഖാദിതവാൻ ഏകവചനം, ഖാദിതവതി ബഹുവചനം, ഖാദിതവത്യഃ. ക്രീഡത്വാൻ ഏകവചനം, ക്രീഡത്വതി ബഹുവചനം, ക്രീഡിതവത്യഃ. ഹസിതവാൻ ഏകവചനം, ഹസിതവതി ബഹുവചനം, ഹസിതവത്യഃ. നിവേദിതവാൻ ഏകവചനം, നിവേദിതവതി ബഹുവചനം, നിവേദിതവത്യഃ. സൂചിതവാൻ ഏകവചനം, സൂചിതവതി ബഹുവചനം, സൂചിതവത്യഃ. അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം അധോലിഖിതാനാം പദാനാം പുല്ലിംഗരൂപാണി ലിഖന്തു. ഉദാഹരണം തന്നതനുസരിച്ച് താഴെ തന്നിരിക്കുന്ന പദങ്ങളുടെ പുല്ലിംഗരൂപം എഴുതുക. പഠിതവതി ഏകവചനം, പഠിതവാൻ ബഹുവചനം, പഠിതവന്തഃ. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ. കൃതവതി ഏകവചനം, കൃത്വാൻ ബഹുവചനം, കൃതവന്തഃ. ദൃഷ്ടവതി ഏകവചനം, ദൃഷ്ടുവാൻ ബഹുവചനം, ദൃഷ്ടവന്തഃ. ദത്തവതി ഏകവചനം, ദത്തുവാൻ ബഹുവചനം, ദത്തവന്തഃ. പ്രക്ഷാളിതവതി ഏകവചനം, പ്രക്ഷാളിതവാൻ ബഹുവചനം, പ്രക്ഷാളിതവന്തഃ. ധാവിതവതി ഏകവചനം, ധാവിതവാൻ ബഹുവചനം, ധാവിതവന്തഃ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉദാഹരണാനുസാരം വാക്യാനി പരിവർത്തയന്തു. ഉദാഹരണം അനുസരിച്ച് സെൻറ്റൻസ് കൺവേർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇക്വതു പ്രത്യയം ചേർത്തിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗിൻ്റെ രീതിയിലും സ്ത്രീലിംഗാണെങ്കിൽ സ്ത്രീലിംഗിൻ്റെ രീതിയിൽ. ഓക്കെ. പിതാ കഷായം പിബതി. എങ്ങനായി? പിതാ കഷായം പീത്വാൻ. അഹം പുസ്തകം നയാമി. ഇവിടെ അഹമാണ്, പുല്ലിംഗും ആവാം സ്ത്രീലിംഗും ആകാം. അതുകൊണ്ടാണ് നമ്മളിവിടെ അഹം പുസ്തകം നീത്വാൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ അഹം പുസ്തകം നീതവതി എന്ന് എഴുതാം. യുവകഃ ആപ്പണം ഗച്ഛതി. ഇപ്പം എന്തെഴുതാം? യുവകഃ ആപ്പണം ഗത്വാൻ. സഹ റോട്ടികാം ഖാദതി. സഹ റോട്ടികാം ഖാദിത്വാൻ. മഹിളാ വസ്ത്രം ദദാതി. മഹിളാ വസ്ത്രം ദത്തവതി. ബാലകഃ ദ്വിചക്രികാതഃ പതതി.
ബാലകः द्विचक्रिकातः पतितवान्. पितामही चलचित्रं पश्यति. पितामही ചലച്ചിത്രം ദൃഷ്ടവതി. അഹം ഗൃഹപാഠം ലിഖാമി. ഇവിടെ അഹം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പുല്ലിംഗാവാം അല്ലെങ്കിൽ സ്ത്രീലിംഗാവാം. അതുകൊണ്ട് തന്നെ നമുക്ക് അഹം ഗൃഹപാഠം ലിഖിത്വാൻ എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ അഹം ഗൃഹപാഠം ലിഖിതവതി എന്ന് എഴുതാം. ഓക്കെ. ത്വം കുത്ര ഗച്ഛസി. ത്വം നീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നീ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആൺകുട്ടിയാവാം അല്ലെങ്കിൽ പെൺകുട്ടിയാവാം അല്ലേ. പുല്ലിംഗാവാം അല്ലെങ്കിൽ സ്ത്രീലിംഗാവാം. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലും എഴുതാം. ത്വം കുത്ര ഗത്വാൻ എന്നെഴുതാം, അല്ലെങ്കിൽ ത്വം കുത്ര ഗതവതി എന്ന് എഴുതാം. ഓക്കെ. അശ്വാഹ വനേ ധാവന്തി. എങ്ങനെ എഴുതാം? അശ്വാഹ വനേ ധാവിതവന്തഃ. ബാലികാः ശീഘ്രം ആഗച്ഛന്തി. ബാലികാः ശീഘ്രം ആഗതവത്യः. വയം സമുദ്രതീരെ പയോഹിമം ഖാദാമഹ. വയം നമ്മൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് പുല്ലിംഗവും ആവാം സ്ത്രീലിംഗവും ആവാം. അപ്പം എന്തെഴുതും? വയം സമുദ്രതീരെ പയോഹിമം ഖാദിതവന്തഃ എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ വയം സമുദ്രതീരെ പയോമിഹം ഖാദിതവത്യഃ എന്ന് എഴുതാം. ഓക്കെ. അത്ര ഇതം അവധേയം. ഇത് മനസ്സിലാക്കാം. വർത്തമാനകാല ക്രിയാപദേന സഹ സ്മ ഇതി അവ്യയസ്യ യോജനേന ഭൂതകാലസ്യ അർത്ഥः ഭവതി. വർത്തമാനകാലത്തിൽ ക്രിയാപദത്തിനോടൊപ്പം സ്മ എന്ന അവ്യയപദം ചേരുമ്പോൾ ഭൂതകാലത്തിൻ്റെ അർത്ഥമാണ് വരിക. പാസ്റ്റ് ടെൻസിൽ പറയുന്ന കണക്കിരിക്കും. എക്സാമ്പിൾ നോക്കാം. സഹ ബാല്യേ പുസ്തകാനി പഠതി. അവൻ കുട്ടിക്കാലത്ത് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഇത് പഠിത്തിയോടൊപ്പം സ്മ ചേരുമ്പോൾ എന്താവുന്ന പറഞ്ഞ് നമ്മൾ പാസ്റ്റ് ടെൻസ് ആകുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? സഹ ബാല്യേ പുസ്തകാനി പഠതി സ്മ. അവൻ കുട്ടിക്കാലത്ത് പുസ്തകങ്ങൾ വായിച്ചിരുന്നു. അപഠത് എന്നർത്ഥമാണ് ഇവിടെ വരിക. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. അനുച്ഛേദേ കോഷ്ടകേഷു കേചന ധാതവഃ ദത്താഃ സന്തി. പാസേജിൽ ബ്രാക്കറ്റിൽ ചില ധാതുക്കൾ തന്നിട്ടുണ്ട്. ഉപരിദത്തം അവധേയാംശം പഠിത്വാ സ്മ ഇതി അവ്യയപദം ഉപയുജ്യ അനുച്ഛേദം പുനഃ ലിഖന്തു. ഇവിടെ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ആ ധാതുവിനോടൊപ്പം സ്മ എന്ന് ചേർത്തിട്ട് പാസേജ് ഫില്ല് ചെയ്യുക. കറക്റ്റായിട്ട് പാസേജ് ഫില്ല് ചെയ്യുക. ഓക്കെ. സ്മ എന്ന അവ്യയപദം ചേർക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം ആദ്യം തന്നെ. ഭൂമിപുത്രഃ കൃഷകഃ. ഭൂമിപുത്രൻ കർഷകൻ. കൃഷകഃ പ്രതിദിനം കൃഷിക്ഷേത്രം ഗച്ഛതി സ്മ. കർഷകൻ എല്ലാ ദിവസവും കൃഷിയിടത്ത് പോകുമായിരുന്നു. ജലസേചനം കരോതി സ്മ. ചെടികൾക്ക് വെള്ളം നനയ്ക്കുമായിരുന്നു. കീടാനാം നിവാരണാർത്ഥം ജൈവൌഷധം സ്ഥാപയതി സ്മ. പ്രാണികളെ നിവാരണം ചെയ്യാൻ, പ്രാണികളെ അകറ്റി നിർത്താനായിട്ട് ജൈവ ഔഷധങ്ങൾ സ്ഥാപിച്ചിരുന്നു, അതായത് വെച്ചിരുന്നു, ഇട്ടിരുന്നു. സഹ കൃഷികാര്യം സമ്യക് ജാനാതി സ്മ. അയാൾക്ക് കൃഷികാര്യങ്ങൾ വളരെ നന്നായി അറിയാമായിരുന്നു. അതഃ അന്യേ കൃഷകാഃ സംശയേന പൃച്ഛതി സ്മ. അതുകൊണ്ട് തന്നെ മറ്റു കർഷകർ സംശയത്തോടെ ചോദിക്കുമായിരുന്നു. സഹ സ്വാഭിമാനേന ജീവതി സ്മ. അയാൾ സ്വാഭിമാനത്തോടെയാണ്, അതായത് അഭിമാനത്തോടെ ജീവിച്ചിരുന്നു. അതഃ അഹം കൃഷകഃ ഭൂമിപുത്രഃ ഇതി സ്വാഭിമാനം വദതി സ്മ. അതുകൊണ്ട് തന്നെ ഞാൻ കർഷകൻ, ഭൂമിപുത്രൻ എന്ന് വളരെ അഭിമാനത്തോടെ പറയുമായിരുന്നു. സഹ ക്ഷേത്രേ ഗോമയം യോജയതി സ്മ. ഇയാൾ കൃഷിയിടത്ത് ചാണകമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നാതോ കൃതകാൻ പദാർത്ഥാൻ. കൃത്രിമ പദാർത്ഥമല്ല. അതഃ അതുകൊണ്ട് തന്നെ മൃഗേഹി ഗുണവത്ത അധികാ ഭവതി സ്മ. നെല്ലിൻ്റെ ഗുണമേന്മ ഏറെയായിരുന്നു. ജനാഃ ജാലകൂടമാധ്യമേന തസ്യ തണ്ടുലം ക്രീണന്തി സ്മ. ജനങ്ങൾ ഓൺലൈൻ വഴി അദ്ദേഹത്തിൻ്റെ അരികൾ വാങ്ങിക്കുമായിരുന്നു. ഏവം തസ്യ പരിവാരസ്യ സർവേ ജനാഃ കൃഷികാര്യേണ സസുഖം ജീവന്തി സ്മ. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എല്ലാവരും തന്നെ കൃഷിയിലൂടെ സൗഖ്യത്തോടെ ജീവിച്ചിരുന്നു.
സ സർവാൻ വദതി സ്മ. അദ്ദേഹം എല്ലാവരോടും പറയുമായിരുന്നു, കൃഷകഃ ന ദീനഃ ന ച ദരിദ്രഃ. കർഷകൻ ദീനനോ ദരിദ്രനോ അല്ല, പരം പക്ഷേ സർവേഷാം പോഷകഃ ഇതി. എല്ലാവർക്കും പോഷകം നൽകുന്നവനാണ് എന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ടൊന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.